നമ്മുടെ കേരള സംസ്ഥാനത്തെ സ്കൂളുകളിൽ സുംബ ഡാൻസ് ആഴ്ചയിൽ ഒരു ദിവസം അവരുടെ ഫിസിക്കൽ ട്രെയിനിങ് പീരീഡിൽ നടപ്പാക്കുന്നെന്ന് അറിയാൻ കഴിഞ്ഞു. നമുക്കിത് കേട്ടപ്പോൾ വളരെ നല്ല കാര്യം എന്ന രീതിക്ക്, ഒരു ഡോക്ടർ എന്ന രീതിക്ക് എനിക്ക് തോന്നി. എന്നാൽ കഴിഞ്ഞ ദിവസം ചില സാമൂഹ്യ സംഘടനകൾ ഇത് സ്കൂളുകളിൽ നടപ്പാക്കുന്നതിന് എതിരെ അഭിപ്രായം പ്രകടിപ്പിച്ചു എന്ന് പറഞ്ഞു. എന്നാൽ സുംബ ഡാൻസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമുക്ക് വ്യായാമത്തെക്കാൾ കുട്ടികൾക്ക് പലതരത്തിൽ ഗുണമുണ്ടാകുമെന്നത് ഒരു ഡോക്ടർ എന്ന രീതിക്ക് എനിക്ക് പറയാൻ സാധിക്കും. ഇതിന്റെ കാരണം ഞാൻ വിശദീകരിക്കാം. നമ്മൾ വ്യായാമം ചെയ്യുന്നതിനേക്കാൾ നമ്മളൊരു ഡാൻസ് ചെയ്യുമ്പോൾ, നമ്മളൊരു താളം, ഒരു പാട്ടോ അല്ലെങ്കിൽ ഒരു മ്യൂസിക്കോ കേട്ട് താളത്തിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിനകത്തൊരു താല്പര്യം തോന്നുകയും വെറുതെ യാന്ത്രികമായി ചെയ്യുന്ന കുട്ടികൾ ചെയ്യുന്ന ഒരു വ്യായാമത്തെക്കാൾ ഇതിനകത്തൊരു താല്പര്യം ഉണ്ടാകുകയും ചെയ്യും. ഇതവർക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും മാത്രമല്ല സാമൂഹികമായിട്ടും കുട്ടികളുടെ നല്ലൊരു മാറ്റം വരുത്താൻ ആക്ച്വലി നമ്മുടെ ഗവൺമെന്റ് നടപ്പാക്കുന്ന ഈ സുംബ പ്രോഗ്രാം നല്ലത് തന്നെയാണ്. എന്തൊക്കെയാണ് ചേഞ്ചസ് എന്ന് പറഞ്ഞുതരാം. പ്രധാനമായിട്ടും ശാരീരികമായ മാറ്റം എന്ന് പറയുന്നത്, ഒന്ന്, നമുക്ക് ഹൃദയത്തിന്റെ താളമെടുപ്പ് വർദ്ധിക്കുന്ന വഴിക്ക് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ കോശങ്ങൾക്കും രക്തോട്ടം വർദ്ധിക്കുന്നതിന്, തലച്ചോറിന് ഉണർവ് കിട്ടുന്നതിന് ഇത് സഹായിക്കും. നമ്മുടെ ശരീരത്തിന്റെ കാർഡിയാക് ഫിറ്റ്നസ് വർദ്ധിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. മാത്രമല്ല കാലറി ബേണിംഗ്, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കറിയാം, സ്കൂൾ കുട്ടികൾ ഏകദേശം 40% പേര് അമിതവണ്ണമുള്ളവരാണ്. ഈ അമിതവണ്ണം കുറയ്ക്കുന്നതിന് നമുക്കിപ്പോൾ ഒരു 40 മിനിറ്റ് സുംബ ട്രെയിനിങ് കൊടുക്കുമ്പോൾ 200 മുതൽ 350 കാലറി വരെ ഊർജ്ജം കത്തിപ്പോകുന്നതിന് അത് ഉപകരിക്കും. ഇങ്ങനെ വണ്ണം കുറച്ച് നീക്കാൻ സഹായിക്കുന്നുണ്ട്. മാത്രമല്ല കുട്ടികളുടെ ശാരീരിക ഘടന ഡെവലപ്പ് ചെയ്യുന്ന മസിൽ ടോണിങ് കൊണ്ടുവരുന്നതിന് സഹായിക്കുന്നുണ്ട്. നമ്മുടെ തലച്ചോറിന്, നമ്മുടെ ശരീരത്തിലുള്ള മസിലുകളെ കൃത്യമായി കൺട്രോൾ ചെയ്യുന്നതിന് സുംബ ഡാൻസ് സഹായിക്കും. മസിൽ കോർഡിനേഷൻ സഹായിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ ഫ്ലെക്സിബിലിറ്റി വർദ്ധിക്കുന്നുണ്ട്. മാനസികമായിട്ട് നോക്കിയാൽ കുട്ടികൾക്കുണ്ടാകുന്ന വലിയ ടെൻഷൻ കുറയാൻ സഹായിക്കുന്നുണ്ട്. കുട്ടികളുടെ കോഗ്നിറ്റീവ് ഫംഗ്ഷൻ, ഓർമ്മശക്തി, ബുദ്ധിശക്തി വർദ്ധിക്കാൻ സഹായിക്കും. എബോവ് ഓൾ കോൺഫിഡൻസ് വർദ്ധിക്കാൻ സഹായിക്കുന്നുണ്ട്. ഇവിടെ കൊണ്ടും തീരുന്നില്ല, നമുക്ക് ഇതുകൊണ്ടുള്ള സാമൂഹികമായിട്ടുള്ള മാറ്റം എന്ന് പറയുക, കുട്ടികൾക്ക് മറ്റുള്ള കുട്ടികളുമായിട്ടുള്ള ഇന്ററാക്ഷൻ കൂടും, ടീം വർക്ക് നന്നായിട്ട് വർദ്ധിക്കും, കൂടുതൽ മനസ്സ് ചിരിച്ച് ഉല്ലസിച്ച് മുന്നോട്ട് പോകാനും എൻഗേജിങ് ആകാനും സഹായിക്കും. ഇത്രയും ഗുണങ്ങളുള്ള ഈ സുംബ ഡാൻസ് വേണ്ടാന്ന് വെക്കുന്നവർ എന്ത് കാരണമാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു സജഷൻ കേരള ഗവൺമെന്റിനോടുള്ളത്, ഇത്തരക്കാരുടെ, അതായത് ഇത്തരം സാമൂഹ്യ സംഘടനകൾ വേണ്ടാന്ന് പറയുന്നവരുടെ ആശങ്കകൾ, അവരുടെ വ്യാകുലതകൾ എന്താണെന്ന് സംസാരിച്ച് പരിഹരിച്ച് നമുക്ക് എല്ലാവർക്കും കൂടി നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി, വരും ജനറേഷന് വേണ്ടി ഒരുമിച്ച് ഇത്തരത്തിലുള്ള നല്ല പരിപാടികൾ കുട്ടികൾക്ക് വേണ്ടി നടപ്പാക്കി മുന്നോട്ട് പോകാം. ഉറപ്പായിട്ടും എൻ്റെ ഈ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നവർ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാ കുടുംബാംഗങ്ങളും, എല്ലാ മാതാപിതാക്കളും ഇതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കുക. കൃത്യമായിട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് മുന്നേറാം.